സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ അനാസ്ഥ എത്രയോ പേരെ നിത്യരോഗികളാക്കുന്നുണ്ട്. പരാതികൾ തുടർക്കഥയായിട്ടും ഒരു ഡോക്ടർക്കെതിരെയും നടപടി സ്വീകരിക്കാറില്ല. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് മരുന്നുമാറി നൽകിയതാണ് ഒടുവിലത്തെ സംഭവം. കടുത്ത നടുവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിയ കളമശ്ശേരി സ്വദേശിനി അനാമികയുടെ എക്സ്റേ റിപ്പോർട്ട് മാറിപ്പോയതാണ് ചികിത്സാ പിഴവിന് കാരണമായത്. സംഭവത്തിൽ അനാമിക ഡോക്ടർമാർക്കും എക്സ്റേ വിഭാഗത്തിനുമെതിരെ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. കടുത്ത നടുവേദനയെ തുടർന്നാണ് അനാമിക ഈ മാസം 12-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. എക്സ്റേ എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഡോക്ടർ പ്രായാധിക്യം മൂലമുള്ള തേയ്മാനമുണ്ടെന്ന് പറഞ്ഞു. 3 ഗുളികകൾ എഴുതി നൽകി. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഡോക്ടർ പരിശോധിച്ചത് 61-കാരി ലതികയുടെ എക്സ്റേ റിപ്പോർട്ടാണെന്ന് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം എനിക്ക് മാറി കിട്ടിയത് മറ്റൊരു എന്നെക്കാളും ഇരട്ടിയോളം പ്രായമുള്ള ഒരാളുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് എനിക്കൊരു മെഡിസിൻ തന്നെ. ഇപ്പോൾ ഇന്നലെ പോയപ്പോഴും അവിടെയുള്ള ഡ്യൂട്ടിയിൽ കാഷ്വാലിറ്റി ഉണ്ടായ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, സെയിം മെഡിസിൻ തന്നതുപോലും വലിയ വ്യത്യാസമൊന്നുമില്ല, ഇത് കഴിച്ചാലും മതി, അല്ലാതെ ഏത് വേണമെങ്കിലും കഴിക്കാന്നൊക്കെ. മരുന്ന് മാറി നൽകിയതിനെതിരെ റേഡിയോളജിസ്റ്റിനും ഡോക്ടർക്കുമെതിരെ ആരോഗ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. തിരക്കിനിടയിൽ എക്സ്റേ റിപ്പോർട്ട് മാറിപ്പോയെന്ന വിശദീകരണമാണ് റേഡിയോളജിസ്റ്റ് നൽകിയതെന്നാണ് അനാമികയുടെ സഹോദരൻ പറയുന്നത്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ട് പറഞ്ഞത് അബദ്ധം പറ്റിപ്പോയി. പക്ഷെ അങ്ങനെ അബദ്ധം പറ്റരുതല്ലോ. നമ്മൾ നോർമൽ ഒരു കടയിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി മാറി കൊടുക്കാമെന്ന് പറയുന്ന പോലെ അല്ലല്ലോ. ഒരു ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു എക്സ്റേ മാറി കൊടുത്തു, അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? ഒരു വളരെ മോശമായ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ബാക്കി എന്താണെന്ന് വെച്ചാൽ അതിന്റെ തുടർ നടപടികളായിട്ട് മുമ്പോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി കളമശ്ശേരി മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി.